പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ പോലീസ് തേർവാഴ്ചക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പിണറായിയുടെ പോലീസ് നയം തിരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ പിണറായി വിജയന്റെ പോലീസ് നയം തിരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യൂത്തുകോൺഗ്രസുകാരെയും തല്ലിച്ചതയ്ക്കുന്ന പോലീസ് വാഴ്ചക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ പോലീസ് വേട്ടയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും KS-നെയും തല്ലിച്ചതയ്ക്കുന്ന പിണറായി വിജയന്റെ പോലീസ് കിരാതവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ പോലീസ് കിരാതവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വൻപിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ പോലീസ് വാഴ്ചയ്ക്കെതിരെ കിരാതവാഴ്ചയ്ക്കെതിരെ KS-കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും തല്ലിച്ചതയ്ക്കുന്ന പോലീസിന്റെ കിരാതവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വൻപിച്ച പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ പോലീസ് വേട്ടയ്ക്കെതിരെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും KS-നെയും തല്ലിച്ചതച്ച് ജയിലിലടയ്ക്കുന്ന പോലീസ് നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വൻപിച്ച പ്രതിഷേധ മാർച്ചും പോലീസ് സ്റ്റേഷൻ മാർച്ചും ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ പോലീസിന്റെ കിരാതവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ എവിടെ പോന്നെ വേണ്ട വേണ്ട അവിടെ നിന്നോട്ട് കയറി പോടെ അവിടെ പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലെ യുവാക്കളെ തല്ലിച്ചതച്ച് കള്ളക്കേസിലേക്ക് ജയിലിലടയ്ക്കുന്ന പിണറായി വിജയന്റെ പോലീസ് നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
ഇങ്ങോട്ടല്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന പിണറായി വിജയന്റെ പോലീസ് നയിക്കുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് അഞ്ചാലമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് പിന്നാലെ പോട്ട് കേരളത്തിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും തല്ലിയൊതുക്കി കേസുകാരെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ തല്ലിയൊതുക്കി കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുന്ന പിണറായിയുടെ പോലീസ് നയത്തിനെതിരെ വാഴ്ചക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാലമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു. അഞ്ചാലമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ താക്കൂർ സുരേഷ് പോലീസ് സ്റ്റേഷൻ മാർച്ച് പ്രതിഷേധ മാർച്ച് ഇതാ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു.
വൻപിച്ച പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പിണറായി വിജയന്റെ കിരാതമായ പോലീസ് തേർവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വൻപിച്ച പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് പിന്നാലെ കടന്നു വരുന്നു. അഞ്ചാലമ്മൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇതാ ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വരികയായി. സിന്ദാബാദ് 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 കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് സിന്ദാബാദ് കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ
അകാരണമായി മർദ്ദിക്കുന്ന പിണറായി വിജയന്റെ അഞ്ചാലുമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പോലീസ് മാർച്ചിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി അഞ്ചാലുമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ പ്രാപ്പളം സുരേഷ് അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി അഞ്ചാലുമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ സുരേഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രതിഷേധ മാർച്ചിനോടനുബന്ധിച്ചുള്ള യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ ചേമ്പിൽ രഘു അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സമരഭടന്മാരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഹ്വാനമനുസരിച്ച് കേരളത്തിലെ മൊത്തം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളമെമ്പാടും നടന്നുവരുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അഞ്ചാലുമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സമരം ചെയ്യുവാനുള്ള ഭൂതി കൊണ്ടല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ സ്റ്റേഷന്റെ മുന്നിലേക്ക് മാർച്ച് ചെയ്തതല്ല. ഞങ്ങൾ കുറെ മാസങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സമാധാനം കാംക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങളെയും തെരുവിൽ ചോര വീഴ്ത്തി സമാധാനപരമായി ജനാധിപത്യ സമരം സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭടന്മാരെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും തല്ലിച്ചതയ്ക്കുന്ന ഈ പോലീസിന്റെ ധിക്കാരമായ നടപടി ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര പ്രഖ്യാപനമാണ് ഇന്ന് നടത്തുന്നത്. വരും നാളുകളിൽ ആരംഭിക്കുന്ന ഈ ബഹുജന ജനാധിപത്യ സമരത്തിന്റെ മുന്നോടിയായി ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ സമരം തിരുത്തുവാനും മാറ്റപ്പെടുവാനും അധികാരവർഗം തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ ഭരണാധികാരികൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമരം ഇന്നിവിടെ അവസാനിക്കുന്നതല്ല. ഈ സമരത്തിന് ഇവിടെ എത്തിയിട്ടുള്ള ഇതിന്റെ ഉദ്ഘാടകൻ മഹിളാ AICC മെമ്പർ ശ്രീ ബിന്ദു കൃഷ്ണ അവർ ഈ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന നമ്മുടെ DCC പ്രസിഡന്റിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. AICC മെമ്പർ ശ്രീ ബിന്ദു കൃഷ്ണ ഈ സമരത്തിന് നേതൃത്വം നൽകി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ബിന്ദു കൃഷ്ണയ്ക്കും ഈ സമരത്തിന്റെ പേരിൽ അഞ്ചാലുമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മുഴുത്ത ജനാധിപത്യ വിശ്വാസികളുടെയും അനുവാദത്തോടുകൂടി അവരെയാണ് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ഈ ധർമ്മ സമരത്തിൽ, ഈ ജനാധിപത്യ സമരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, KSUവിന്റെ പ്രവർത്തകർ, ബ്ലോക്ക് പ്രസിഡന്റ് മുതലായ എല്ലാവർക്കും ഞാൻ ഒറ്റവാചകത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമരം നന്ദി.
നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുൻ DCCയുടെ പ്രസിഡന്റും AICC അംഗവുമായ ശ്രീമതി ബിന്ദു കൃഷ്ണ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിലെ 564 പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് കേരളത്തെ ഒരു പോലീസ് രാജാക്കി മാറ്റിയ പിണറായി വിജയൻ സർക്കാരിന്റെ അന്യായങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നടത്തുന്ന അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷൻ മാർച്ചിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രാക്കുളം സുരേഷ്, ശ്രീ ഓമനക്കുട്ടൻ പിള്ള, ശ്രീ കുന്തല മോഹൻ, ശ്രീ പെരിനാട് മോഹൻ, ശ്രീ കടവൂർ അനിൽ, ശ്രീ അനിൽകുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ശ്രീ ശശികുമാർ, ശ്രീ സുഭാഷ് കടവൂർ, ശ്രീ വില്യം ജോർജ്, ശ്രീ വിധു പലയം, ശ്രീ രമേശ് കുമാർ അടക്കം ഈ പരിപാടിയിൽ വിശ്വാസമടക്കം ഈ പരിപാടിയിൽ മഹിളാ കോൺഗ്രസിന്റെ നിയോജക പ്രസിഡന്റ് ശ്രീമതി ചിന്നുമോൾ, ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ശ്രീമതി ഷീല, ശ്രീമതി ദേവി പ്രഭു അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമാദരണീയരായ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, അഞ്ചാലമൂട്ടിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സൗണ്ട് കുറയ്ക്കണേ. കേരളത്തിലെ പോലീസ് സേന പിണറായി വിജയന്റെ എച്ചപ്പയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ കഴിഞ്ഞ ദിവസം പോലീസിന്റെ മുഖത്ത് നോക്കി പറയുന്നു ആരുടെ കക്കൂസ് കഴുകാൻ പോകാൻ. ആ ആർഷോയ്ക്കെതിരെ ഒരു കേസെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനീ യൂണിഫോമും ധരിച്ചുകൊണ്ട് കേരള പോലീസിന് ഒരു മഹിതമായ പാരമ്പര്യമുണ്ട്. സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും വെല്ലുന്ന അന്വേഷണ സാമർഥ്യമുള്ള, അങ്ങേയറ്റം നിർഭയമായി ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്വം എങ്ങനെയാണോ ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ട്രെയിനിങ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യൂണിഫോമും ഇട്ട് പുറത്തിറങ്ങുമ്പോൾ പറയുന്നത്, നെഞ്ചിൽ വിചാരിക്കുന്നത്, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്, ആ രീതിയിൽ പ്രവർത്തിക്കേണ്ട കേരളത്തിലെ പോലീസിനെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനവിരുദ്ധനായ, കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച 1968 വാണിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന കർഷക തൊഴിലാളിയെ കൊന്നുതള്ളിയ കേസിലെ പ്രതിയായ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോ പോലീസ് സേനയെ നിർവീര്യമാക്കിയിരിക്കുന്നു. പോലീസിന്റെ ഫ്രാക്ഷനുകൾ CPMന്റെ പാർട്ടി ഓഫീസിൽ കൂടുകയാ. നാളെക്കേടെ നിന്റെ പേരോ കേരളത്തിലെ പോലീസ് എന്ന് ഖേദപൂർവ്വം ചോദിക്കുന്നു. ഇവിടെ ഈ അഞ്ചാലമൂട്ടിലെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാപ്പകൽ കഷ്ടപ്പെടുന്നവരാണ്. ഈ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും ഞങ്ങൾ അതാ മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസ് എല്ലാം ചെറ്റകളല്ല, പക്ഷെ അതിൽ ചില ചെറ്റകളുണ്ട്. ആ ചെറ്റകളാണ് കേരളം മുഴുവൻ DYFI കൊലയാളികളെന്ന് പറഞ്ഞു പോകുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കല്യാശ്ശേരിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരിങ്കടി കാണിച്ചു എന്നതിന്റെ പേരിൽ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചവനെതിരെ ഇന്നുവരെ കേസെടുത്തിട്ടില്ല. ഇന്ത്യൻ പീനൽ കോഡല്ലേ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത്? കേരളത്തിൽ ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ട് പിണറായി കോഡ് ഓഫ് കോണ്ടക്ട് ഇപ്പൊ നടക്കുന്നത്. പിണറായിയുടെ കോഡ് ഓഫ് കോണ്ടക്ട് എന്താണ്?
രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളുക അല്ലെങ്കിൽ തല്ലി എല്ലൊടിക്കുക എന്നതല്ലേ? അതല്ലേ നാം കണ്ടുവരുന്നത്? ഈ നാട്ടില് സാധാരണ ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള അവസരമില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും പൂർവ്വസൂരികൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമില്ലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഞങ്ങളുടെ പൂർവ്വസൂരികൾ, അമ്മമാരും സഹോദരിമാരും അടക്കമുള്ളവർ 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കൊണ്ട് ജയിലഴികളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സിന്ദാബാദ് വിളിച്ചുകൊണ്ട് കടന്നുപോയ ജയിലഴികൾക്കുള്ളിലേക്ക് പോയ AV കുട്ടിമാളും അമ്മയടക്കമുള്ള കോൺഗ്രസിന്റെ ധീരദേശാഭിമാനികളായ സഹോദരി സഹോദരന്മാർ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കാതെ തന്റെ ഇടത്തോടുകൂടി അവന്റെ തോക്കിൻ മുനകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചിരുന്ന അവന്റെ പീരങ്കികൾക്ക് മുന്നിൽ തലയുയർത്തി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നത് ഒരു പിണറായി വിജയന്റെ മുന്നിൽ ഇവിടെ നിയമവാഴ്ചയില്ലാതാകണമെങ്കിൽ ഈ സംസ്ഥാനത്ത് അവസാനത്തെ കോൺഗ്രസുകാരനും കോൺഗ്രസുകാരിയും മരിച്ചു വീണാൽ മാത്രമേ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്കതിന് കഴിയുകയുള്ളൂ. കല്യാശ്ശേരി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി എല്ലൊടിച്ച് കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ എന്തുകൊണ്ട് കേരള പോലീസ്? ധർമ്മേൽ സിംഗ് അല്ലേ? അതല്ലേ കേരളത്തിലെ DGP പേര് തന്നല്ലേ? അയാൾ എന്തെടുക്കുക? അയാളെ പണി എന്താ? അയാൾ ആർക്കാ വിടുവന ചെയ്യുന്നത്? അയാൾ ഈ രാജ്യത്തെ നിയമവാഴ്ചയെ, ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കേണ്ട ഉത്തരവാദപ്പെട്ട പദവികളിലായിരിക്കുന്നത്. എത്രയെത്ര ഉന്നത ഉദ്യോഗസ്ഥന്മാർ കസേരയിൽ ഇരുന്നു കൊണ്ട് പാർട്ടികൾ പലരും കേരളം ഭരിക്കും. ഏത് പാർട്ടി അന്യായം കാണിച്ചാലും തെറ്റാണെന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞുകൊണ്ട് നിയമപരം അന്യായത്തെ നിയമം കൊണ്ട് നേരിടേണ്ടത്, അക്രമത്തെ നിയമം കൊണ്ട് നേരിടേണ്ടത്, അക്രമത്തെ പ്രതിരോധിക്കേണ്ടത്, അക്രമകാരികളെ അടിച്ചമർത്തേണ്ടത് നിങ്ങളുടെ ദൗത്യമായിട്ട് സംസ്ഥാനത്തെ DGP ഉറങ്ങുകയാണ്. എന്നിട്ടോ സകല പോലീസ് ഇവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്നു. എത്ര പോലീസുകാർ നടക്കുന്നു? പോലീസുകാരെ എല്ലാം പിടിച്ചോണ്ട് നവകേരള സദസ്സിന് ജനാധിപത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ജനാധിപത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് മുള്ളാൻ പോണെങ്കിൽ 500 പോലീസുകാർ അപ്പുറം നിൽക്കണം അല്ലേ? അതല്ലേ ഇപ്പൊ കാണുന്നത്? ഇത്രയും ധീരമായൊരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്ന് വേണ്ട രാജ്യത്തുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഇന്നലെ വർക്കലയിലല്ലേ, വർക്കലയിൽ പ്രസംഗിക്കുക. ഞാൻ പൊതുപ്രവർത്തനവുമായി എല്ലായിടത്തും പോയിട്ടുണ്ട്. സുധാകരനോട് ചോദിക്കാൻ, സുധാരേട്ടനോട് ചോദിച്ചു, ആ കളിത്തോക്ക് കണ്ടിട്ടുണ്ടല്ലേ? സുധാരേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചത് മാത്രം പിണറായി വിജയൻ ഓർമ്മയുണ്ട്. പിന്നെ മറുപടി പറഞ്ഞിട്ട് ഇന്ന് വരെ നാക്കെടുത്തിട്ടുണ്ടോ? അതിനുമുമ്പ് എന്താ പറഞ്ഞ്? ഭോപ്പാലിൽ ഒരു പരിപാടിക്ക് പിണറായി വിജയൻ പോയി. എന്താ പറയാ, മതേതര രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കാൻ ഭോപ്പാലിൽ ചെന്നു. അവിടെ വലിയ മുറിയിലിരിക്കുമ്പോ അറിയുന്നു ഏതോ RSSകാരൻ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നു. എന്റെ പൊന്നു മക്കളെ പറഞ്ഞ വിശ്വസിക്കത്തില്ല. അവിടുന്ന് ഒരു ഓട്ടോ ഓടി തിരുവനന്തപുരത്ത് എത്തിയ വഴിക്ക് പുല്ല് പോലെ ഇന്ന് വരെ കിളിച്ചിട്ടില്ല. അങ്ങനെ വീട്ടിൽ കയറി ഇരുന്നപ്പോഴാണ് കേരളത്തിൽ കർണാടകയിലെ കോൺഗ്രസിന്റെ ചങ്കുറപ്പുള്ള ആളൊരുത്തൻ സിദ്ധാരാമയ്യ എന്ന മുഖ്യമന്ത്രി പറഞ്ഞു, മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങളുടെ കർണാടകയിലേക്ക് വരൂ, ഒരു RSSകാരനും നിങ്ങൾ ഒരു ചുക്കും ചെയ്യത്തില്ല, ഞാൻ ഉറപ്പ് തരാമെന്ന്. അങ്ങനെ സിദ്ധാരാമയുടെ ഉറപ്പും വാങ്ങി അങ്ങ് മംഗലാപുരത്തേക്ക് പോയി. പിണറായി വിജയൻ സിദ്ധാരാമയ്യ ഏർപ്പെടുത്തി കൊടുത്ത 10,000 പോലീസുകാരെ നടുവിൽ നിന്ന് പറയുക, ഞാൻ ബ്രണ്ടൻ കോളേജിൽ പഠിക്കുമ്പോ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് അല്ലെ, ആക്ഷൻ കാണിച്ച് എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞു. തോക്കിൻ മുനകളുടെ മുമ്പിൽ കൂടി നടന്നവനാ പിണറായി വിജയൻ എന്ന പ്രസംഗം കേട്ട് അഞ്ചാലിമൂട്ടിലെ സഖാക്കളടക്കം പാടിപ്പാട്ടി നടന്നു. ഇരട്ടച്ചങ്ക പിണറായി വിജയൻ. ഇരട്ടച്ചങ്കിന്റെ സ്ഥാനത്ത് ഒരു ഓട്ട ചങ്ക് പോലും ഉണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള കേരളത്തിലെ വനിതകൾ കണ്ടേറത്തോടുകൂടി പിണറായി പോലീസിന്റെ മുഖത്ത് നോക്കി പിണറായി വിജയനെതിരായി മുദ്രാവാക്യം വിളിക്കുമ്പോ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്ന DYFIക്കാരുടെ മുന്നിൽ തെല്ലിട പകരാതെ ഒരു ശബ്ദമിടാതെ കണ്ടേറത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ചങ്കൂറ്റം കാണിക്കുമ്പോ ഒരു പോലീസുകാരന്റെ കൂടെയെങ്കിലും പിണറായി വിജയൻ നാട്ടിൽ നിൽക്കുമോ?
അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഒന്ന് കാണാൻ കൊതിയായിട്ട് ചോദിക്കുക കേട്ടോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാനൊക്കെ എസ് എൻ കോളേജിൽ പഠിക്കുമ്പോ SFIക്കാര് മുദ്രാവാക്യം വിളിക്കും, എന്താണ്? ചോരച്ചാലിന് നീന്തി കയറിയ തൊക്കിൻകുഴലിൽ ഊഞ്ഞാലാടിയ വീരന്മാരുടെ പ്രസ്ഥാനം. എന്നിട്ട് കാണിക്കുന്നത് എന്താ? പരീക്ഷ എഴുതാതെ HFIയുടെ സംസ്ഥാന സെക്രട്ടറി പാസ്സാകുന്നു. BCom പാസ്സാകാതെ SFIയുടെ ഏരിയ സെക്രട്ടറി MCOമിന് ചേരുന്നു. അവസാനം കണ്ടുപിടിച്ച് കഴിയുമ്പോ അധ്യാപകരെ പിടിച്ച് പുറത്താക്കുന്നില്ലേ? അവന്മാരുടെ കളത്തിൽ. പിന്നെ ഉണ്ടല്ലോ ഒരാൾ കൊല്ലത്തൊരാളുണ്ടല്ലോ, എന്താണ്? വൈലോപ്പള്ളിയുടെ വാഴക്കുല കണ്ടുപിടിച്ച ആളെന്ന് ചിന്ത ആ മഹതി വൈലോപ്പള്ളിയുടെ അല്ലേ വാഴക്കുല മലയാള സാഹിത്യത്തെ ഇങ്ങനെ കൊല ചെയ്യുന്ന ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയെ എന്റെ പേര് ചൊല്ലി വിളിക്കണം. എന്റെ കൂടെ സീനിയറായിട്ട് KSU പ്രവർത്തിച്ച ഒരു ചാച്ചി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ കൊല്ലത്ത് താമസിച്ചതാ, ഇപ്പൊ ഇവിടെ അല്ല. ഷാഹിദാക്കമ്മ എന്നേക്കാൾ 3 വർഷം സീനിയർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി BCom കഴിഞ്ഞിട്ട് പരീക്ഷ തോറ്റു. എനിക്ക് അത്ഭുതമാണ്. അത്യാവശ്യം ഈ രാഷ്ട്രീയക്കാർ പൊതുവെ അത്യാവശ്യം വലിയ പിടുത്തക്കാരല്ലെങ്കിൽ അത്യാവശ്യം പഠിക്കുന്നവരല്ലേ. എന്റെ ഒരു സഹപാഠി അടക്കം ഇവിടെ നിൽപ്പുണ്ട്, പോലീസുകാരുടെ. അപ്പോ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ പഠിച്ച ആള് പഠിച്ചില്ല, BCom തോറ്റു. കുറച്ച് ആൾ കഴിഞ്ഞപ്പോ തന്നെ ആള് കല്യാണമൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉപേക്ഷിച്ചൊക്കെ പോയി. പിന്നെ തിരിച്ച് 2000 ആണ്ടിൽ വരുന്നു, അപ്പോഴും BCom പാസ്സായിട്ടില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ആളിന് മത്സരിക്കാൻ 2011 അല്ലേ വന്നിട്ട് സീറ്റ് കിട്ടി. സത്യവാങ്മൂലം കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ആള് MA കഴിഞ്ഞിട്ട് ഞാൻ ഇതെങ്ങനെയാ BCom ഡിഗ്രി പാസ്സാകാതെ PG എടുക്കാൻ എന്താ മാർഗം? ഞാൻ എത്ര തലമുഖം ഞാൻ ആലോചിച്ചിട്ട് പിടികിട്ടിയില്ല. സംഗതിയുടെ ഗുട്ടൻസ് ഒക്കെ ഈ അടുത്ത കാലത്ത് പിടികിട്ടിയത്. CPM ചേർന്നാ പിന്നെ ഇഷ്ടം പോലെ BComഉം MComഉം MAയും LLBയും PhD അല്ലേ എല്ലാം കിട്ടും. സ്വന്തം പേര് നേരെ ചൊവ്വ എഴുതാൻ അറിയില്ലെങ്കിൽ എന്താ? വാഴക്കുല എഴുതിയത് ആരാണെന്ന് തിരിച്ചറിയത്തില്ലെങ്കിൽ എന്താ? ഡോക്ടറേറ്റ് കിട്ടിയല്ലേ? അവരെ സൈഡിൽ കൂടെ വിടും. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, നാട്ടുകാരെ സൈഡിൽ കൂടെ വിടും. അവസാനം നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ട് കോൺഗ്രസ്സുകാരെ ഇതെന്ന് പറയും. കോൺഗ്രസ്സുകാരല്ല, പോലീസുകാരാണ് പറയുന്നത് കേട്ടോ. അത് പിണറായി പറഞ്ഞിട്ടാ, ഞങ്ങൾ പറഞ്ഞിട്ടല്ല. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോ LLBക്കൊക്കെ പഠിക്കുമ്പോ ഞങ്ങളെയൊക്കെ കൂടെ പഠിച്ച ചില സഹോദരങ്ങൾ, SFI സഹോദരങ്ങള് LLB ഒന്നും എഴുതിയെടുത്തില്ല. 24 പേപ്പർ അക്കാലത്തുണ്ടായിരുന്നു. എനിക്ക് പകുതി പേപ്പർ തൊടാതെ, ഒരു പേപ്പർ തൊടാതെ തരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, പിൽക്കാലത്ത് അവരെയൊക്കെ കുറച്ച് വയസ്സായിട്ട് ഞാൻ കാണുമ്പോ അവരൊക്കെ ഡോക്ടർ സന്തോഷ്, ഡോക്ടർ ജാസ്മിൻ, ഡോക്ടർ ഷീല ഇങ്ങനെയൊക്കെ കണ്ടു. LLB കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്തെന്നാ പറയുന്നത്. എന്റെ അമ്മച്ചി, ഞാൻ ആലോചിച്ചിട്ട് കമ്പറേറ്റ് ഇതൊക്കെ എന്തിനാ പറ്റുന്നത്? ഞാൻ LLM ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളാണ്. എനിക്ക് PhD എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 5 വർഷം ഫുൾ ടൈം പോകാൻ പറ്റാത്തോണ്ട് മാത്രം പോകാതിരിക്കുക. അപ്പൊ ഈ SFIക്കാരൊക്കെ ഡോക്ടറേറ്റ് വാങ്ങി നിൽക്കുന്നു. അതിന്റെ യഥാർത്ഥ ഗുഡൻസ് നമുക്ക് പിടികിട്ടിയത് എന്നാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 3 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാര് തമ്മിലടിച്ച് ഒരു പാവപ്പെട്ട കുഞ്ഞിന്റെ നെഞ്ചിൽ കൂടിലേക്ക്, അനന്തുവിന്റെ നെഞ്ചിൽ കൂടിലേക്ക് SFIക്കാരൻ തന്നെ കത്തി കുത്തിയിറക്കിയ സമയത്താണ് നാം കാണുന്നത്. ആ അന്വേഷണവുമായി തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് പോലീസ് അതിന്റെ പ്രതികളായ നസീമിന്റെയും അതുപോലെ തന്നെ അതിന്റെ പ്രതികളായ ശിവരഞ്ജിത്തിന്റെയും വീട്ടിൽ ചെന്നപ്പോ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ചോദ്യ പേപ്പറിന്റെ ഉത്തര സൂചികകൾ. ഒന്ന് മാറ്റിക്കൂടെ, ഹോസ്പിറ്റലാണോ? തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് കാണുന്നത് PSCയുടെ ഉത്തരക്കടലാ സൂചികകളാണ്. അപ്പൊ അടക്കം സകലതയുമാരെ വീട്ടിയിരിക്കുന്നു. PSC പരീക്ഷ, പോലീസ് കാസർഗോഡ് ജില്ലാ പോലീസ് ആംഡ് ബറ്റാലിയന്റെ പരീക്ഷയിൽ 1ാം റാങ്കുകാരൻ. ആ 1ാം റാങ്ക് എങ്ങനെ വാങ്ങിച്ചെന്നറിയാം? അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാര് ശിവരഞ്ജിത്തിനെ കൊണ്ട് പരീക്ഷാ പേപ്പർ ഒന്നുകൂടി എഴുതിച്ചു. നോക്കിയപ്പോ SI VA RAN JIGH എന്ന് എഴുതാൻ അറിയത്തില്ല അല്ലെ, SAVU ഏതാണ്ടൊക്കെ എഴുതി വെച്ചു. സ്വന്തം പേര് നേരാം വെണ്ണം അക്ഷരം തെറ്റാതെ എഴുതാൻ അറിയാത്തവന്മാരെ പിടിച്ച് കേരള ആംഡ് പോലീസ് 7ാം ബറ്റാലിയനിൽ 1ാം റാങ്ക് കൊടുത്ത് അവനൊക്കെ നാളെ പിണറായിയുടെ ട്രെയിനിങ് കെട്ടി വരുമ്പോഴാണ്
അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചൊതുക്കിയ ഒരുത്തനുണ്ടല്ലോ, അവന്റെ പേരെന്താ? പോലീസുകാരൻ അനിൽ കലിയൂർ. പിണറായി വിജയന്റെ ഗുണ്ട അനിൽ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലേക്ക് പോലീസ് സുരക്ഷ ഇസഡ് കാറ്റഗറി പോലെ സുരക്ഷ കൊടുത്തിരിക്കുക. ആ തെമ്മാടി ഗുണ്ടയുടെ വീട്ടിലേക്ക് ഒരു പണി എന്താ? ഇതാണോ പിണറായി VS അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞ ഗൺമാൻ എന്ന് എനിക്ക് സംശയം. ശരിയാണോ? ഇവരെ പോലുള്ളവരല്ലേ? അതുപോലെ വേറൊരുത്തനുണ്ട്, സഫാരി സൂറ്റ് ഉണ്ട്, അവന്റെ പേരെന്താ? സന്ദീപ്. ഇവന്മാരൊക്കെ വഴിയിൽ കോൺഗ്രസ്സുകാരെ കരിങ്കൊടി കാണിക്കുമ്പോ അവരെയൊക്കെ തല്ലി അടിച്ചിട്ട് തീരുന്നില്ല. ആ കുഞ്ഞുങ്ങളെ ലോക്കൽ പോലീസ് അടിക്കുന്നു, നമ്മൾ കാണുന്നു. അവരടികൊണ്ട് താഴെ വീഴുന്നു. അപ്പൊ ഈ നരാധമന്മാരായ അനിലും സന്ദീപും ചെന്ന് വീണ്ടും വാങ്ങാൻ ആ കുഞ്ഞൻ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ അടക്കമുള്ളവർ പ്രസവിച്ച് മക്കളെ വളർത്തും. നമ്മൾ സഹിക്കുമോ? പെറ്റ അമ്മമാർ സഹിക്കത്തില്ല. അമ്മമാർ 10 മാസം മക്കളെ വയറ്റ് ചുമക്കുമ്പോ അച്ഛന്മാർ പിതാക്കന്മാർ ഹൃദയത്തിൽ ചുമക്കുന്നവരാണ്. ഒരച്ഛനും അമ്മയെ സഹിക്കത്തില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ 1 2 അല്ലെ 10 അടി നിങ്ങൾ കൊടുക്കും. ഇത്രയും ക്രൂരമായി തല്ലി ചതയ്ക്കാൻ ഇവിടുത്തെ SFI-കാരന്മാരും DYFI-കാരന്മാരും ചെയ്യുന്നവരെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? ഒരു കരിങ്കൊടി കാണിക്കുന്നു. കറുപ്പ് കണ്ടാൽ അവരൊക്കെ ചുവപ്പ് കണ്ട കാളയെ പോലെ പിണറായി വിജയൻ. അതുകൊണ്ട് ആ അറപ്പ് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാനും മഹിളാ കോൺഗ്രസിന്റെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട മുഴുവൻ പേരും മുഴുവൻ കറുപ്പ് വിട്ട് പിണറായി ഇവിടെ ഉള്ള എല്ലാ ദിവസവും നടന്നു, തെക്ക് വടക്ക് നടന്ന് പിണറായിയുടെ പോലീസിനെ കണ്ണ് വെട്ടിച്ച് പിണറായിയുടെ മുഖത്ത് നോക്കി കരിങ്കൊടി കാണിച്ചു. ഞങ്ങൾ ഇനിയും കാണിക്കും. അന്യായത്തിനെതിരെ അനീതിക്കെതിരെ പോരാടാനല്ലെങ്കിൽ പിന്നെ എന്തിനീ ജീവിതം? അന്ന് അവസാനിപ്പിക്കും. കഴിയില്ല എങ്കിൽ ഒരു ഗുണ്ടയും പേടിയില്ല. ഒരു CPM-ന്റെ ക്രിമിനലുകളെയും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങളുടെ പൂർവികർ ഭയന്നിട്ടില്ല. പിന്നെയാണോ ഞങ്ങൾ ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, കേരളത്തില് എത്ര അന്യായങ്ങളാണ് നടക്കുന്നത്. ഒരു കാര്യം ഞാൻ അനിലിന്റെ സന്ദീപിന്റെ കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നത്, അതുകൊണ്ട് Z+ കാറ്റഗറി അതുപോലെ തോന്നിപ്പിക്കുന്ന സുരക്ഷയും കൊടുത്ത് അനിലിനെ കൊലയാളികളായ കൊലയാളികളെന്ന് പറയാൻ പറ്റുന്ന ക്രിമിനലുകളായ അനിലിനെ സന്ദീപിനെയും നിങ്ങൾ കേരള പോലീസിനെ ഉപയോഗിച്ച് ഒളിപ്പിച്ചു നിർത്തുന്നു. ഒറ്റ കാര്യം മാത്രം, മിസ്റ്റർ അനിൽ കലിയൂർ, മിസ്റ്റർ സന്ദീപ്, കേരളത്തിലെ കോൺഗ്രസിന് പറയുവാനുള്ളൂ. നിങ്ങൾ ഏത് മണിച്ചിത്രം താഴിട്ട് പൂട്ടിയാലും അനിൽ കലിയൂരിന്റെ അരമന ഞങ്ങൾ അടിച്ചു തകർത്തിരിക്കും. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അനിൽ കലിയൂരിനെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചില്ല എങ്കിൽ കാലം സാക്ഷി, ചരിത്ര സാക്ഷി, അത് ശിക്ഷിച്ചിരിക്കും. സംശയമല്ലോണ്ടോ? പറയുന്നതാരെന്നറിയുമോ? ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ തിരിമാറ് കാട്ടിക്കൊണ്ട് ഭാരതാംബയുടെ മോചനത്തിന് വേണ്ടി പോരാടി ജീവൻ ത്യജിച്ച ധീരദേശാഭിമാനികളെ പിന്തുണക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാർ പറഞ്ഞതുപോലെ ചെയ്യുന്ന കോൺഗ്രസുകാർ അതല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സഖാക്കൾ എന്തൊരു ചൊറിയ ഇല്ലേ? നേരത്തെ പറഞ്ഞത് കായംകുളത്ത് നമ്മുടെ അജിയെ തല്ലി എല്ലാടാ വികലാംഗനായ കുഞ്ഞിനെ തല്ലുന്ന കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞു. തല്ലി ഒരു കാര്യം കൊല്ലക്കാർ സമ്മതിക്കണം, ഏത് രാഷ്ട്രീയ പാർട്ടി പെട്ടവരാണ്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ അമ്മച്ചിയാണോ കൊല്ലത്ത് കിട്ടിയത്? കൊല്ലത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുന്ന് കല്യാശ്ശേരി കഴിഞ്ഞപ്പോഴേ തുടങ്ങിയിരുന്നെങ്കിൽ മര്യാദക്കാരായിപ്പോയി. ഈ മേല് നോക്കുമ്പോ എല്ലാവർക്കും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു കോൺഗ്രസ്സുകാരും അടിക്കാൻ പോകത്തില്ല. ഞാൻ അടക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരും മഹാത്മജി പറഞ്ഞ വാക്കുകൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരിയായി ഞാൻ. എന്നെ ഒരു കവളൊരു CPM-കാരൻ വന്ന് തല്ലിയാൽ ഞാൻ മറു കവളങ്ങ് കാണിച്ചു കൊടുക്കും. എന്നാ ഒരെണ്ണം ആക്കട്ടെ, ഇതൂടെ അടിച്ചിട്ട് പോകാൻ പറയും. പക്ഷേ രണ്ടാമത്തെ കവളും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് മഹാത്മജി പറഞ്ഞിട്ടില്ല. അത് ചെയ്യാൻ നമ്മൾ അത് തിരിഞ്ഞിറങ്ങും. അത് ഇന്ത്യയിലെ കോൺഗ്രസ് സുധാകരന്റെ പട്ടാളമാണ്. സതീശനേക്കാൾ ശക്തിയുണ്ട്. മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സാറിന് സ്വന്തം ഇടനെഞ്ചിലേക്ക് കല്ലുകൾ DYFI-ക്കാർ എടുത്തെറിഞ്ഞിട്ട് പോലും അവന്മാർക്കെതിരെ കേസ് വേണ്ട എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. ഈ ഓട്ടച്ചങ്കം പിണറായി വിജയനെ പോലെ രാഷ്ട്രീയ എതിരാളികൾ ആക്രമിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയായിരുന്നില്ല കോൺഗ്രസിലെ ഒരു മുഖ്യമന്ത്രിമാരും.
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അഞ്ചാലുംമൂട്ടില് സംസ്ഥാനം മുഴുവൻ സ്ത്രീധന മരണവും പീഡനവും, പോലീസ് ഉറക്കം. ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലും. കഴിഞ്ഞ ദിവസം ഇവിടെ നിങ്ങൾക്കറിയോ, ഞാൻ കോഴിക്കോട്ട് ഓർക്കാട്ട് ഏരിയയില് ഭർത്തൃ വീട്ടിൽ മരിച്ചു വീണ ഷബ്നയുടെ വീട്ടിൽ പോയി. ഷബ്നയുടെ ഉമ്മയും വാപ്പയും മകളെ 10 വയസ്സുള്ള മകളെയും കണ്ടു. എത്ര നാളുകൊണ്ട് ഭർത്തൃഗൃഹത്തിൽ പീഡനമാണെന്നറിയാം. കുഞ്ഞിന്റെ ഭാവി ഓർത്ത്, നമ്മളെല്ലാരും അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒക്കെ സഹിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ഭാവി ഓർത്തിട്ടായിരിക്കാം. അങ്ങനെ ആ പെൺകുട്ടി, ആ യുവതി അതെല്ലാം സഹിച്ചു. അവളുടെ വീട്ടിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടാ, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല, പുതിയ വീട് വെച്ചു കൊടുക്കാൻ എല്ലാ സാധനമുണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിന് വാപ്പയില്ലാതാക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി അതെല്ലാം സഹിച്ച് ഭർത്തൃ വീട്ടിൽ നിന്നു. അവസാനം ഒരു നാൾ ഭർത്താവ് അടിച്ച്, ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ അച്ഛനും അമ്മയല്ല, ഭർത്താവിന്റെ അമ്മാവൻ അല്ലേ ഒക്കെ വന്നടിച്ച് ഗത്യന്തരമില്ലാതെ അഭിമാനക്ഷതമായി ആ പെൺകുട്ടി ഒരു മുഴം കയറ് ജീവനൊടുക്കി. അതറിഞ്ഞിട്ട് പ്രതിരോധിക്കാൻ തയ്യാറായില്ല. അവസാനം അവളുടെ വീട്ടുകാർ അറിഞ്ഞ് ഓടി, വീട്ടുകാർ ഉമ്മയും വാപ്പയും അവളുടെ മാമയും അടക്കമുള്ളവർ ആ വീട്ടിലെത്തി. ആദ്യം ചെയ്തത് CCTVയുടെ ദൃശ്യങ്ങൾ എടുത്തു. വീട്ടുകാർ CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്ത് നോക്കിയപ്പോൾ ഇവർ തല്ലുന്നതും ഇതെല്ലാം ചീത്ത വിളിക്കുന്നതും എല്ലാം ആ CCTV ദൃശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. പോലീസുകാർക്ക് പുല്ലുവിലയാണല്ലോ. പിണറായി വിജയന്റെ മോളുടെ കേസങ്ങളാണെങ്കിൽ പറന്ന് നടക്കും അല്ലെ, ആക്ഷൻസ് എല്ലാം. പക്ഷെ സാധാരണക്കാര് ശബ്ദയോ അല്ലെങ്കിൽ കട്ടച്ച സുകുമാറിന്റെ മകളെ ബിന്ദുവിന്റെയോ ഒക്കെ കാര്യമാണെങ്കിൽ ചട്ടപ്പടി അല്ലെ. അങ്ങനെ അവിടെ ചട്ടപ്പടിയാക്കി. അവസാനം വീണ്ടും വീണ്ടും പരാതിയുമായി ഷബ്നയുടെ ഉമ്മയും വാപ്പയും സഹോദരങ്ങൾ, 2 പെൺകുട്ടികളോ മറ്റു സഹോദരങ്ങള്, അവരുമൊക്കെ പരാതിയായി ചെന്നപ്പോ അവിടുത്തെ DYSP, വടകര DYSP ഏമാൻ ഒരുവൻ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന ഷബ്നയുടെ ഉമ്മയെയും വാപ്പയും ഭീഷണിപ്പെടുത്തി. നിങ്ങളോട് ആര് പറഞ്ഞു പോലീസിന്റെ പണിയെടുക്കാൻ? നിങ്ങളോട് ആര് പറഞ്ഞു ഹാർഡ് ഡിസ്ക് എടുക്കാൻ? ആര് പറയണോടോ? ഇവിടെ തന്റെ പിണറായി വിജയൻ പറയണോ? ഞങ്ങളെ സൗകര്യം, നാളെ ആ ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് പോയി നിങ്ങൾ തെളിവുകൾ നശിപ്പിച്ചെങ്കിൽ പുറം ലോകം അറിയുമായിരുന്നോ? ഞങ്ങൾക്ക് ഭയമുണ്ട്. പിണറായി വിജയന്റെ കാലത്ത് പോലീസ് എന്തും ചെയ്യും, അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണിൽ കാണുന്ന ഉദാഹരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. അവസാനം അവർ ശക്തിയുക്തം നിന്നതുകൊണ്ട് മാത്രമാണ് ആ കേസ് നടന്നത്. അങ്ങനെ സ്ത്രീധന മരണം കേരളത്തെ ഡോക്ടർ റുവൈസ് വന്ദനാദാസിന്റെ മരണസമയത്ത് ഘോരഘോരം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച ആ മനുഷ്യൻ സ്വന്തം പ്രതിസുദ്ധ വധുവിനെ സ്ത്രീധനത്തിന്റെ പേരിൽ മരണത്തിലേക്ക് തള്ളി വിട്ടപ്പോഴടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീധന മരണങ്ങളും പീഡനങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചു വരുന്ന സമയത്ത് കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിൻവറ്റി കേരളത്തിലെ സ്ത്രീധന നിരോധന നിയമത്തിന്റെ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ പോലും ഇനിയും തയ്യാറാകാത്ത പിണറായി വിജയൻ സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെ പ്രതിഷേധിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നൈറ്റ് വാക്കുകൾ സംഘടിപ്പിച്ചു. സത്യത്തിൽ പിണറായി വിജയൻ ആത്മഹത്യ ഇതുവഴി പോയി. തിരിച്ച് ഈ വഴിയാ വരുന്നത് നമ്മൾ ആരും വിചാരിച്ചില്ല. നമ്മളൊക്കെ കരുതിയത് അപ്പുറത്തെ ഓടിക്കിടന്ന. അഞ്ചാലുമൂട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ചിന്നുമോളിന്റെ നേതൃത്വത്തിൽ സഹോദരിമാർ പമ്പിന്റെ അടുത്ത് പ്രതിഷേധിക്കാൻ വന്നപ്പം അഞ്ചാലുമൂട്ടിലെ ഏമാമാര് പറഞ്ഞു, ഇപ്പൊ വേണ്ട, വെയിറ്റ് ചെയ്യൂ, പിണറായി രാജാവ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പോലീസിനെ മാനിച്ചുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പറയാം. പോലീസിന്റെ തിട്ടൂര അനുസരിച്ചല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസും പോഷക സംഘടനകളും നമ്മൾ തീരുമാനമെടുത്താൽ ആ ജനകീയ സമരങ്ങൾ ഒരാളുടെ ഒത്താശയുടെ ആവശ്യമില്ല. ഉണ്ടോ? ഇനി ഒരിക്കലും അഞ്ചാലുമൂട് പോലീസ് പറയുന്ന വാക്ക് കേൾക്കരുത്. നിങ്ങൾ സമയം ഫിക്സ് ചെയ്ത് പ്രസിദ്ധീകരിച്ചാൽ ജീവൻ പോയാലും ആ സമയത്ത് പരിപാടി നടത്തണം. പരിപാടി നടത്തിയിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ? പോലീസുകാരുടെ വാക്ക് കേട്ട് പരിപാടി നടത്താതെ കാത്തു നിന്ന് അവസാനം പിണറായി രാജാവ് പോയി കഴിഞ്ഞപ്പോഴതാ കുട്ടി സഖാക്കൾ ഡിവൈഎഫ്ഐക്കാര് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണ് കേരളം എന്നും പറഞ്ഞ് അഞ്ചാലുമൂട്ടി പ്രതിഷേധിക്കാൻ പാടില്ല എന്നാണ് ഡിവൈഎഫ്ഐക്കാർക്ക് എഴുതി കൊടുത്തത്. അഞ്ചാലുമൂടി ജംഗ്ഷൻ ആർക്കെങ്കിലും അറിയോ? സബ് രജിസ്റ്റർ ഓഫീസർ പറ, അഞ്ചാലുമൂട് ഈ പബ്ലിക് പ്രദേശം ഡിവൈഎഫ്ഐക്കാരന് സ്വകാര്യ സ്വത്തായിട്ട് എഴുതി കൊടുത്തോ? ഇല്ലാത്തടത്തോളം കാലം, കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തിയെന്ന് ഉറച്ച വിശ്വാസമുള്ളിടത്തോളം കാലം, ഞങ്ങൾ ഈ ജനാധിപത്യ രാജ്യമായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പ്രതിഷേധിക്കാൻ നിന്ന മഹിളാ കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കാൻ വന്ന ഡിവൈഎഫ്ഐക്കാര്. ഒരു കാര്യം അഞ്ചാലുമൂട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് സ്നേഹപൂർവ്വം പറയുന്നു, നിങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഞങ്ങളുടെ സഹോദരിമാർക്ക് അടി കിട്ടിയില്ല. പക്ഷെ അവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. വിരൽ ചൂണ്ടി ചങ്കൂറ്റത്തോടെ നിങ്ങൾ ചോദിക്കുന്നു, അവന്മാര് ഒരുത്തനെതിരെ കേസെടുത്തോ?
തോന്നിയാസം കാണിക്കാൻ വന്ന, സ്ത്രീകളെ ആക്രമിക്കാൻ വന്ന ഒരുവനെതിരെ കേസെടുക്കാനുള്ള ചങ്കൂറ്റം അഞ്ചാലുമൂട്ടിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ? ഇതുവരെ ഉണ്ടായില്ല. അതാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്. കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെയും അനുജത്തിമാരെയും തല്ലിച്ചതച്ച ക്രിമിനലുകളുടെ പേരും മേൽവിലാസവും വീടും താഴ്വേരും വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിയമപ്രകാരം അവന്മാർക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. രാജ്യത്തെ നിയമം അതിനാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അടുത്ത പണി ഞങ്ങൾ എടുക്കും. അഞ്ചാലുമൂട്ടിലും വ്യത്യാസമല്ല. ഇവിടെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഞാൻ അടക്കമുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ഒരു കോൺഗ്രസുകാരിയുടെ ദേഹത്ത് ഒരു പൂഴി മണൽ വീണാൽ ആ മണലും തേച്ച് വീട്ടിൽ പോകാൻ ഞങ്ങളെ കിട്ടില്ല. തിരിച്ച് 2 പൂഴി മണലായാലും വാരിയിട്ടിട്ടേ പോകൂ. പ്രൊവൈഡഡ് നിങ്ങൾ നിയമപരമായി നടപടികൾ എടുത്തില്ല എങ്കിൽ ഞങ്ങൾ നിയമത്തെ വിശ്വസിക്കുന്നു, നിയമത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നുള്ളത് ഏതു നാട്ടിലുമുള്ള ചൊല്ലാണ്. അത് പ്രായോഗിക തലമാണ്. അതാണ് കൊല്ലത്ത് ഡിവൈഎഫ്ഐക്കാരൻ ബിലാലിനും വൈശാഖിനും പിന്നെ മറ്റവന്റെ പേരെന്തോ തലവെട്ടി ചോരയൊലിപ്പിച്ചിരിക്കുന്നവൻ, അവന്റെ പേര് സുൽഫത്ത് എന്താ അവര് പേര്, ഫനാഫറും കുറെ ഉമ്മരുണ്ട്. എന്നിട്ടോ നിങ്ങൾ അറിഞ്ഞോ, കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നോട് പറയാ, ഡിവൈഎഫ്ഐക്കാർക്കും പരിക്കുണ്ട്, യൂത്ത് കോൺഗ്രസ്സാർക്കും പരിക്കുണ്ട്, കേസെടുക്കാൻ 2 പേർക്കെതിരെ നോൺ അവൈലബിൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്താ കോംപ്ലിമെന്റ്സ് ആക്കും അല്ലെ? കോംപ്ലിമെന്റ്സ് ആക്കും. അതെങ്ങനെ കോംപ്ലിമെന്റ്സ് ആക്കും? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളത്തെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇവന്മാര്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അരുൺ ബാബു അടക്കമുള്ളവന്മാര് ജയിലിൽ കിടന്നിട്ടാ ജാമ്യം കിട്ടുക. ആളുകൾ തോളിക്കറന്ന് നടന്നിട്ടാ, വെറുതെ അല്ല കേട്ടോ. ആളുകൾ തല്ലിച്ചതിക്കുന്നുണ്ട്. പണ്ടൊക്കെ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കുന്നില്ല എന്ന് വെച്ചാൽ അടി എന്താ നമുക്ക് അടി കൊള്ളുമ്പോൾ പുളി പറിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. തിരിച്ചു കിട്ടിയപ്പോ ഞങ്ങൾ തിരിച്ചടിക്കാൻ പോയില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. നിയമപരമായി അവരെ നിയമത്തിന്റെ മണിച്ചിത്ര താഴിട്ട് പൂട്ടി ഈ പറഞ്ഞ അടിച്ചവന്മാരെ എല്ലാം ജയിലിലാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യായത്തിന്റെ പേര് ജയിലിൽ പോകുന്നതിന് ഒരു പ്രയാസവുമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാദരണീയനായ അധ്യക്ഷൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കേസിൽ പ്രതികളായി പ്രിയപ്പെട്ട വിഷ്ണുവിന് പോലീസ് സംരക്ഷണവും ഉള്ള സമയത്താണ് വീണ്ടും കയറി ഞങ്ങളെ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ച് ക്രൂരമായി അടിച്ചതിന്റെ എല്ലാ വിഷ്വൽസും ഉണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവന്റെ 6ാം വലിയിലെ ഈ ഭാഗത്ത് അങ്ങനെയല്ലേ പറയുന്നത്, അവന്റെ ദേഹത്ത് വലിയ കട്ടയിട്ടടിച്ചു. ഞാൻ അവരെ ആശുപത്രി കാണാൻ ചെന്നപ്പോ ഡോക്ടർ അത് പരിശോധിക്കുമ്പോൾ തന്നെ പ്രാണൻ പോകുന്ന നില, എന്നിട്ട് പ്രാണൻ പറിച്ചെടുക്കുന്ന നിലവിൽ അത്ര ക്രൂരമായിട്ടാണ് ഈ ക്രിമിനലുകള്, ഡിവൈഎഫ്ഐക്കാർ വൈശാഖനും മറ്റവനും മറിച്ചവനും ഈ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന പിണറായി വിജയൻ. ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണോ പശ്ചിമ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ ജനം തൂത്തെറിഞ്ഞത്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുവാൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരുവരെ കിട്ടാതെ പോയത്, അതേ ഗുണ്ടായുസത്തിലേക്കാണ് കേരളവും പോകുന്നത്. ഇവിടെ ഈ മണ്ണിനെ സാക്ഷി നിർത്തി പറയുന്നു, കോൺഗ്രസ് മഹാത്മാഗാന്ധിജിയുടെ പാർട്ടിയാണ്. കോൺഗ്രസ് സമാധാന വിരുദ്ധമായി ഒന്നും ചെയ്യുകയില്ല. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അടിച്ചമർത്തുവാൻ നോക്കിയാൽ ഉദിച്ചുയരും ഞങ്ങൾ. ഒരു കാരണവശാലും തലകുനിച്ച് നട്ടെന്ന് വളച്ചു ഒരാളുടെയും മുന്നിൽ പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പിണറായിയുടെ ഭരണത്തിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് വന്ധ്യംകരിച്ച പോലെ ആക്കിയ ഈ അന്യായത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെ അഭിവാദിച്ചു. ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന്